ആ ഇതാണോ? ആ കടുവ പോയേക്കുന്നു. ഒറ്റ കടുവയിലാണോ? ഇത് ഇന്നലെ പോയാന്ന് തോന്നുന്നല്ലേ? ആ ഇന്ന് 2 കേട നമ്മുടെ അയ്യത്ത് ഞാൻ പേടിയെടുത്തു. ഇത് ഇങ്ങോട്ട് നടന്നു വന്നേക്കുവാന്നല്ലോ ഇത് അല്ലേ? ഈ കിടങ്ങിന്റെ ഇപ്പുറത്ത് ചാടും. കടുവ ഇത്രയും ദൂരത്ത് ചാടത്തില്ലേ? ചാടത്തില്ലേ? കടുവ ചാടത്തില്ലേ? കടുവയും പുലിയും ചാടും. മ്ലാവ് ചാടുവോ? ഇത്ര ഹൈറ്റ് ചാടുവോ? ഓ ഇത് വലിയ കടുവയാണല്ലത്. വലിയ കടുവ. മ്ലാവിൻ്റെ ഒരു പാടും ഉണ്ട് അതിനപ്പുറത്ത്. ഇത് മ്ലാവിനെ ഫോളോ ചെയ്തെങ്ങനെ പോയാന്നോ? പിടിച്ചാ? രാത്രി അണ്ണ ഉണ്ടായിരുന്നാ? ഞാൻ മരം താമസിച്ചു. പക്ഷേ ഇവർ 2-3 പേര് ലൈറ്റും കൊണ്ട് ചെന്നപ്പോഴത്തേന് ആ ഇവിടെയുണ്ട്. മഴവെള്ളം വീണെന്ന് പോയെന്നേ ഉള്ളൂ. കറക്റ്റായിട്ട് പാത അറിയാൻ പറ്റുന്നുണ്ട്. ഇതിലേ അങ്ങോട്ടാണ് പോയേക്കുന്നത്. മ്ലാവ് ശരിക്കും പോയേക്കുന്നല്ലേ? ബ്ലാവും കേട് അത് ബ്ലാവുണ്ട്. അല്ല ഇത് ഇവിടെ അപ്പുറത്തെ സൈഡ് വനം വെരുകുഴി. അത് കഴിഞ്ഞ് കുരിശുമൂട് ട്രഞ്ച. ഇത് നല്ല അല്ലേ? അടിപൊളി ട്രഞ്ച. കടുവയും പുലിയും മ്ലാവും ചാടും. കാട്ടുപോത്തൊന്നും ചാടത്തില്ല. ആന ഇത് ഇറങ്ങാൻ പറ്റത്തില്ല. പക്ഷെ മ്ലാവ് ഇഷ്ടം പോലെ ഉണ്ടെന്ന് തോന്നല്ലേ? എന്തായാലും ഇല്ല, പന കണ്ടില്ല. 2 ഉണ്ടോ എന്തായാലും കണ്ടില്ല. ഇനിയിപ്പോ വേറൊന്നും ഇല്ലാത്തപ്പോ ഒന്ന് മറിക്കുമല്ലേ? പനയാണ് പ്രധാന ഐറ്റം. അതാണ്. വെള്ളം ഇറങ്ങുന്നല്ലേ? നല്ല അടിപൊളി ചക്ക. അവിടുത്തെ തേനൊന്നും കൊള്ളത്തില്ല. ഇവിടെ തേൻ എടുക്കാൻ പോകുന്നുണ്ട് ആൾക്കാർ. ചെറുതേനാണോ? പെട്ടിക്കകത്തുള്ളത് അത് കൊള്ളത്തില്ല. പഞ്ചാര ഇട്ട് വെക്കുന്നില്ല. ഒരുപാട് തിന്നു. കുഴപ്പമില്ല, ഒന്നും ഒരു കുഴപ്പമില്ല. നല്ല ചക്കയില്ലേ? അതുകൊണ്ടാ ആന വരുന്നേ. മണം അടിച്ച് 2 എണ്ണം ഇപ്പം ചെത്തി വെച്ച് നോക്കി. രാത്രി കൊച്ചാറിൻ്റെ അടുത്ത് പോയി. പശുക്കാരനായിട്ട് അവർ കൊണ്ടുവച്ചിട്ട് പോയി. പേര് വാസുദേവൻ, വെരുകുഴി, കൊടമുക്ക്. അവിടെയാണ് ഞാൻ താമസിക്കുന്നത്. അപ്പം ഞാനിവിടെ വാച്ചറായിട്ട് 3 മാസം കൊണ്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. സർക്കാർ ഡിപ്പോ തടി എടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണ് ഒരു ദിവസം 2 ദിവസത്തിന് മുമ്പ് ഇവിടെ ആന വന്ന് ഈ ഷെട്ടിൻ്റെ അതിലേക്കൂടെ പോയി. അത് അപ്പുറത്തൂടെ ഇറങ്ങി, ഞാൻ ഇതിലേക്കൂടെ ഇറങ്ങി അങ്ങ് പോകും. നമ്മുടെ ഈ തീ ഇങ്ങനെ കൂട്ടിയിട്ടേക്കുന്നതുകൊണ്ട് ആന ഇങ്ങോട്ട് വരത്തില്ല. ആന പിന്നെ ഈ പുകയുണ്ടെങ്കിൽ ആന അടുക്കത്തില്ല. എപ്പോഴും നേരം 24 മണിക്കൂർ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അല്ല ഇവിടെ ഭയങ്കര കൊതുവാ. നമ്മുടെ ആനയുടെ ബാക്കിയുടെ നടന്നു പോകും. ഈ സ്ഥലത്തോടെല്ലാം ഇറങ്ങി പോകും. അപ്പുറത്ത് ഇപ്പൊ ഇത് എടുത്തിട്ടുണ്ടല്ലോ. ഉണ്ട്, കടങ്ങെടുത്തിട്ടുണ്ട്. ഇപ്പം മെലിഞ്ഞാണ്ട് ഇതിലെ കൂടെയാണ് കടുവ പോയത്. ഈ ഷെഡിന്റെ പുറകെ കൂടെ അങ്ങ് അപ്പുറത്ത് ചാടിപ്പോയി. എത്ര മണിയായി കാണും? അപ്പൊ ഒരു 3-3:30 കാണും. അറിഞ്ഞായിരുന്നോ? ഇല്ല, അറിഞ്ഞ് ഒരു സൗണ്ട് കേട്ട്. പക്ഷെ നമ്മളത്ര ശ്രദ്ധിച്ചില്ല. അതുകൊണ്ടായിരുന്നു, ലൈറ്റ് ഇല്ലായിരുന്നു. അതുകൊണ്ട് എത്ര പേരുണ്ട്? എന്റെ കൂടെ 2 പേര്. 2 പേരിലെ ഒരാളേ ഉള്ളു. ഷായൻ എന്ന് പറഞ്ഞ ആള് ഓടിയിരിക്കുന്നു. അയാളാണ് എന്റെ കൂടെ ഇരിക്കുന്നത്. രാത്രി ഉറക്കമില്ല?
ഉറക്കമില്ല, ഉറങ്ങാൻ പറ്റത്തില്ലല്ലോ. ഉറങ്ങാതിരിക്കാനില്ലേ ഒരു ശമ്പളം തരുന്നത്. ഇതിലെ കൂടെ വന്നിട്ട് കണ്ണയ്ക്കാണ് അതിലെ കൂടെ വന്നിട്ട് ഇതിലെ കൂടെ വന്നിട്ട് റോഡിൽ കൂടെ കയറി ഈ ഷെഡിന്റെ പുറകെ കൂടെ താഴോട്ട് ഇറങ്ങിപ്പോയതാ. ഒന്നും അറിയില്ല. അന്ന് ഭയങ്കര മഴയായിരുന്നു, അതുകൊണ്ടാ അറിഞ്ഞില്ല. ഭയങ്കര മഴയായിരുന്നു, ഞാൻ ഭയങ്കര നേരം വിളിക്കുന്ന വരെ ഭയങ്കര മഴയായിരുന്നു. ഇത് ഇങ്ങനെ അല്ല, തീ കത്തും. ഇപ്പൊ നമ്മൾ പോയിക്കാൻ വേണ്ടി പോള മാത്രം പറക്കി വെച്ചേക്കുക. ഒരു മൃഗവും വരത്തില്ല. ഇല്ല ഇല്ല. പിന്നെ കടുവ എന്ന് പറഞ്ഞ സാധനം തീ കണ്ടു കഴിഞ്ഞാൽ അവിടെ വന്ന് കുത്തിയിരിക്കും. തീ കാറ്റും അത്. ആ, അങ്ങനെ ഉണ്ട്. നമ്മളെ മലയിൽ പോയാലും തീ കത്തിച്ചാൽ കടുവ നമ്മളെ അറിഞ്ഞില്ലേലും ശരി അത് വന്നിരുന്ന് കുത്തിയിരുന്ന് തീയും കാച്ചി അത് അതിന്റെ ജോലിയൊക്കെ പോകും. അങ്ങനെ ഉണ്ട്. ആ, ചൂടുവെള്ളം കൂടി. നമ്മളിവിടെ കണ്ട കടുവ വലിയ കടുവയുടെ കാൽപ്പാടാണ്. ഭയങ്കര ഒന്നും. ഫുഡൊക്കെ നമ്മള് വെക്കുവോ? ഇല്ല, വീട്ടിൽ പോയി കൊണ്ടുപോയിട്ട് പിന്നെ പാത്രം കൊണ്ടുവന്നേ ഉള്ളൂ. ഇന്നലെ പിന്നെ ഇച്ചിരി കഞ്ഞി വെച്ച്. അടുത്തായിട്ട് വീട്ടിൽ പോയി കൊണ്ടുവരാം. രാത്രി പിന്നെ ഈ നമുക്ക് എന്തെങ്കിലും അത്യാവശ്യമൊക്കെ വന്നു കഴിഞ്ഞാൽ വിളിച്ചാൽ നമ്മൾ ഫോണിൽ കൂടെ വിളിക്കാം. നമ്പറുണ്ട്, സാറന്മാരുടെ നമ്പറുണ്ട്, അതിൽ വിളിക്കും. ഇവിടെ തീയാണ് നമ്മുടെ അതാണ്. എല്ലാ സ്ഥലത്തും രാത്രി തീ ഇടുന്നുണ്ടല്ലോ? ഉണ്ട്. ഇതുപോലുള്ള കാവൽ ഷെഡിലൊക്കെ തീയുണ്ട്. വീട്ടുകളിലൊന്നും വെക്കത്തില്ല. അതുകൊണ്ട് ഈ കടുവയുടെ കാര്യം ഇന്നലെ അവിടെ ഏതാണ്ട് തന്നെ പിടിച്ചത്. കടുവയാണെന്നാ തോന്നുന്നത്. അല്ലേ പുലി ഏതെങ്കിലും ഒന്ന് പിടിച്ച് കണ്ടാൽ താഴോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. സൗണ്ട് കേട്ടോ? സൗണ്ട് കേട്ട് ഇവര് 2-3 പേര് ഇറങ്ങിപ്പോയതാ ലൈറ്റും കൊണ്ട്. ഞാൻ ഇച്ചിരി വരാൻ താമസിച്ചു. അതുകൊണ്ടാണ് സ്കൂളിന്റെ അവിടെ ആ പേരിന്റെ അതിലെ കൂടെ നേരെ താഴോട്ടാ കൊണ്ട് എല്ലാം താഴെ പോയി അങ്ങ്. ഇവരെ ഓടി ചെന്നപ്പോഴത്തേനും ഒന്നും കാണാൻ പറ്റില്ല. രാത്രി ആരും ഇല്ലല്ലോ. ഇല്ല.